ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള റേഷ്യോ ടെസ്റ്റാണ്. പല ടൈപ്പ് ഓഫ് ടെസ്റ്റ് നമ്മൾ പരിചയപ്പെടും കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ടെസ്റ്റും എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഫാക്ടോറിയലിൻ്റെ ടേംസൊക്കെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ടേമിനകത്ത് ഉണ്ടെങ്കിലാണ് റേഷ്യോ ടെസ്റ്റ് കൂടുതലായിട്ടും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് റേഷ്യോ ടെസ്റ്റ് എന്ന് നോക്കാം. സപ്പോസ് സമ്മേഷൻ യു എൻ ബി എ പോസിറ്റീവ് ടേം സീരീസ് സച്ച് ദാറ്റ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ യു എൻ ഈക്വൽ ടു എൽ. ഓക്കെ, അതായത് യു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേമാണ്. ആ സീരീസിൻ്റെ nth ടേമാണ് യു എൻ എന്ന് പറയുന്നത്. യു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ n പ്ലസ് 1th ടേമാണ്. അപ്പോൾ n പ്ലസ് 1th ടേമിനെ nth ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് എടുക്കുന്നു. ഓക്കെ, അതാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ യു എൻ എന്ന് പറയുന്നത്. അത് ഈക്വൽ ടു എല്ലിലോട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ഈക്വൽ ടു എൽ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ സീരീസ് കൺവേർജസ് ആവണമെങ്കിൽ എൽ ലെസ് ദാൻ 1 ആയിരിക്കണം. ഓക്കെ, എല്ലിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. എൽ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ സീരീസ് ഡൈവേർജൻറ്റും. എൽ ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ വേറെ ടെസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത്. വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക. പല ടൈപ്പ് ടെസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി യു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ യു എൻ ഈക്വൽ ടു എൽ. ആ സീരീസ് കൺവേർജൻ്റ് ആവണമെങ്കിൽ എല്ലിൻ്റെ വാല്യൂ ലെസ് ദാൻ 1ഉം ഡൈവേർജൻ്റ് ആവണമെങ്കിൽ എൽ ഗ്രേറ്റർ ദാൻ 1ഉം അതുപോലെ ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ കെ ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഫാക്ടോറിയൽ നൊട്ടേഷനൊക്കെ വരുന്ന സമയത്താണ് കൂടുതലായിട്ടും ഏത് ടെസ്റ്റ് യൂസ് ചെയ്യേണ്ടത്? റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറും ഇതിലുള്ള ആൻസറും കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു റേഷ്യോ ടെസ്റ്റിൽ പറയുന്നത്? n പ്ലസ് 1th ടേമിനെ nth ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജൻറ്റും ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഡൈവേർജൻറ്റും ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സോൾവ് ചെയ്തിരിക്കുന്നത് നോക്കാം. യു കെ, ഇവിടുത്തെ nth ടേം എന്ന് പറയുന്നത് എന്താ? 1 ബൈ കെ ഫാക്ടോറിയൽ. ഓക്കെ, 1 ബൈ കെ ഫാക്ടോറിയൽ ആണ് nth ടേം എന്ന് പറയുന്നത്. നമുക്ക് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. റേഷ്യോ ടെസ്റ്റിൽ പറയുന്നത് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ യു കെ, അല്ലെ? യു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ യു കെ. യു കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് യു കെ. യു കെ പ്ലസ് 1 എന്ന് വെച്ചാൽ കെ പ്ലസ് 1th ടേമാണ്. അതിൽ കെക്ക് പകരം എന്ത് കൊടുത്താൽ മതി? കെ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 1 ബൈ കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ യു കെ. യു കെ എന്ന് പറഞ്ഞാൽ എന്താ? kth ടേം, അല്ലേ? kth ടേം എന്ത് തന്നെയാണ്? 1 ബൈ കെ ഫാക്ടോറിയൽ തന്നെയാണ്. അപ്പോൾ 1 ബൈ കെ ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യണം, അല്ലേ? അപ്പോൾ അതിനായിട്ട് ഡിനോമിനേറ്ററിലുള്ള ഈ ടേം 1 ബൈ കെ ഫാക്ടോറിയലിനെ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് കിട്ടിയത് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ഫാക്ടോറിയൽ എന്നാവും. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിൽ നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആയിരിക്കും, അല്ലേ? ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിൽ നിന്ന് കെ പ്ലസ് 1 ഫാക്ടോറിയൽ ഉണ്ടല്ലോ, കെ പ്ലസ് 1 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തുകൂടെ? ഓക്കെ, കെ പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഫാക്ടോറിയലിൻ്റെ കൂടെ ഒരു കെ പ്ലസ് 1 കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ്. അതിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, കെ പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ കെ ഫാക്ടോറിയലിന് തൊട്ട് മുമ്പുള്ള ടേം കെ ഫാക്ടോറിയൽ, അല്ലേ? കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1 ചെയ്തതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് വരുന്ന കെ ഫാക്ടോറിയൽ വെട്ടിക്കളയാം. അപ്പോൾ ബാലൻസ് വരുന്നത് 1 ബൈ കെ പ്ലസ് 1 ആണ്. ഇനി നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? 1 ബൈ ഇൻഫിനിറ്റി എന്നാണ്. 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്, വിച്ച് ലെസ് ദാൻ 1. ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് എന്തായിരിക്കും? കൺവേർജസ് ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണല്ലോ. എന്താണ് റേഷ്യോ ടെസ്റ്റ് എന്ന് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എങ്ങനെയാണത് അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 3 റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ. ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ kth ടേം എന്ന് പറയുന്നത് ഏതാണ്? 3 റേസ് ടു, ഞാനിവിടെ n എന്നാണ് എഴുതിയിരിക്കുന്നത്, 3 റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ. ഇതാണ് kth ടേം, അല്ലേ? kth ടേം എന്ന് പറയുന്നത് ജനറൽ ടേം എന്ന് പറയുന്നതാണ് എന്ത്? 3 റേസ് ടു കെ ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ.
ഓക്കെ, ഇനി നമുക്ക് റേഷ്യോ ടെസ്റ്റിൽ എങ്ങനെയാണ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ യു കെ, ഇതാണല്ലോ റേഷ്യോ ടെസ്റ്റ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ യു കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, കെ പ്ലസ് വൺത്ത് ടേം എന്ത് വരും, ഇതിൽ 3 ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ കെക്ക് പകരം എന്ത് അപ്ലൈ ചെയ്യുക, കെ പ്ലസ് വൺ അപ്ലൈ ചെയ്യുക. കെക്ക് പകരം എന്ത് അപ്ലൈ ചെയ്യുന്നു, കെ പ്ലസ് വൺ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടേം നോക്കിക്കോളൂ, 3 ഓക്കെ 3 ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ഫാക്ടോറിയൽ അല്ലേ. ഈ ഒരു ടേം കെക്ക് പകരം കെ പ്ലസ് വൺ അപ്ലൈ ചെയ്യുമ്പോൾ 3 ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ഫാക്ടോറിയൽ എന്ന് വരും. ഡിവൈഡഡ് ബൈ യു കെ എന്ന് പറഞ്ഞാൽ കെത്ത് ടേം എന്താ വരിക, 3 ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ, ഇതല്ലേ കെത്ത് ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. ഡിനോമിനേറ്ററിലുള്ള 3 ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയലിനെ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്ത് വരും, നമുക്ക് കിട്ടുന്ന ടേം അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, കെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ഫാക്ടോറിയൽ 3 ഡിവൈഡഡ് ബൈ 3 ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് എഴുതിയിരിക്കണം, ഒന്ന് വെട്ടിക്കളയാനായിട്ട് എളുപ്പത്തിനായിട്ട്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു ടേം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിന് എന്താ ചെയ്തിട്ടുള്ളത്, ഡിനോമിനേറ്ററിൽ കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് വൺ എന്നെഴുതാം അല്ലേ. കെ പ്ലസ് വൺ ഫാക്ടോറിയലിനെ കെ ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് വൺ എന്നെഴുതാം. ഇനി 3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 എന്നല്ലേ. ഓക്കെ, കൃത്യങ്ങളിലൊരു റൂളാണ്, അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഇൻറ്റു 3 ആണ്. 3 ഇൻറ്റു 3 ആണ്. അങ്ങനെ മാറ്റി എഴുതി. ഇപ്പോൾ ഇനി നമുക്കിതിൽ ഏതൊക്കെ വെട്ടിക്കളയാൻ പറ്റും, കെ ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. 3 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാലൻസ് നമുക്ക് കിട്ടുന്നത് എന്താ, ഇതല്ലേ കിട്ടുന്നത്, 3 ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ എന്നല്ലേ. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ബൈ ഇൻഫിനിറ്റി എന്ന് വരും. 3 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, 0 ആണ് അല്ലേ. 0 വിച്ച് ഈസ് ലെസ് ദാൻ 1. ദെർഫോർ നമുക്ക് എന്ത് പറയാം, സീരീസ് കൺവേർജസ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ, എളുപ്പമാണല്ലോ. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക ഓരോ ക്വസ്റ്റ്യൻസും. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Test the convergence of the series summation k equal to 1 to infinity 3 plus 5 divided by 2k factorial. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് kth ടേം, ജനറൽ ടേം എന്ന് പറയുന്നത് എന്താണ്, 3 plus 5 divided by 2k factorial. ഇതാണ് ജനറൽ ടേം എന്ന് പറയുന്നത്. ഇനി നമുക്ക് റേഷ്യോ ടെസ്റ്റ് നോക്കാം. റേഷ്യോ ടെസ്റ്റിൽ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ യു കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി യു കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഈ ടേമിൽ യു കെ അല്ലെ, കെത്ത് ടേമിൽ കെക്ക് പകരം എന്ത് കൊടുത്താൽ മതി, കെ പ്ലസ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, 3 plus 1 plus 5 divided 3 plus 1 plus 5 divided by 2k plus 2 വരും കേട്ടോ. ഓക്കെ, 2k plus 1 ഇവിടെ 2k, കെക്ക് പകരം k plus 1 കൊടുത്താൽ k plus 1 കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിനാണ് മൊത്തം ഫാക്ടോറിയൽ. അതിനെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഇത് ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ 2k പ്ലസ് നെക്സ്റ്റ് എന്ത് വരും 2. ഓക്കെ, അങ്ങനെയാണ് ഈ 2k plus 2 എന്നായത് കേട്ടോ. ഓക്കെ, 2k പ്ലസ് നമ്മൾ പറഞ്ഞു കെക്ക് പകരം k plus 1 കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ 2k plus 1 അല്ല, പകരം 2k plus 2 ആണ്. അത് മനസ്സിലാക്കാനായിട്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഡിനോമിനേറ്ററിലുള്ള ടേം മുകളിലോട്ട് കൊണ്ടുവരുന്നു. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്, 3 plus 1 plus 5 divided by 2k plus 2 factorial into 2k factorial divided by 3 plus 5. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ടേം നോക്കിക്കോളൂ, 3 plus 1 plus 5 divided by 2k plus 2 factorial into 2k factorial divided by 3 plus 5. ഓക്കെ, അതിൽ ഈ രണ്ട് ടേംസ് നോക്കുക. ഓക്കെ, 3 plus 1 plus 5 അതുപോലെ ഡിനോമിനേറ്ററിലുള്ള 3 plus 5. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എന്ത് എടുക്കാം, നമുക്ക് 3 കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, 3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു 3 പ്ലസ് 5/3 എന്നാകും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 3 പുറത്തോട്ട് എടുക്കുമ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 5/3 എന്നായി. ഓക്കെ, ഇനി 2k ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ 2k plus 2 ഫാക്ടോറിയൽ ഉണ്ട്. ഓക്കെ,
അപ്പോൾ നേരത്തെ ചെയ്ത പോലെ 2k+2 ഫാക്ടോറിയലിനെ എങ്ങനെ കൊടുക്കാം? 2k ഫാക്ടോറിയൽ ഇൻറ്റു 2k+1 ഇൻറ്റു 2k+2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, 2k ഫാക്ടോറിയലിനെ 2k+2 ഫാക്ടോറിയലിനെ 2k ഫാക്ടോറിയൽ ഇൻറ്റു 2k+1 ഇൻറ്റു 2k+2. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ടേംസ് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ടേംസാണ് കോമൺ? 2kയും ഈ ന്യൂമറേറ്ററിലെ 2kയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് വരുന്നത് ടേംസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതുപോലെ 3kയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടേം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3+5/3k ഡിവൈഡഡ് ബൈ 1+5/3k. ഓക്കെ, ഇതാണ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ടേം കൂടി നമുക്ക് കിട്ടും. അതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ചെയ്യാനുള്ളത്, ഇനി നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഇവിടെ 3∞ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റി ആണല്ലോ. അപ്പോൾ അത് 1/∞ ആയതുകൊണ്ട് 1/∞ എന്ന് പറഞ്ഞാൽ 0 അല്ലേ. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ മൊത്തം നമുക്ക് കിട്ടുന്നത് 3 എന്നാണ്. ഓക്കെ, ന്യൂമറേറ്ററിൽ മൊത്തം നമുക്ക് കിട്ടുന്നത് 3. ഇനി ബാക്കി ഓരോ ടേം നോക്കണ്ട. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ മൊത്തത്തിൽ ഇൻഫിനിറ്റി ആവില്ലേ? അപ്പോൾ 1/∞ എന്ന് പറയില്ലേ? 1/∞ എന്താ? 0 ആണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 0 എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ 1. ഓക്കെ, ലെസ് ദാൻ 1 ആണ്. ആയതിനാൽ സീരീസ് എന്തായിരിക്കും? കൺവേർജസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. കാൽക്കുലേഷൻ്റെ അവിടെ തെറ്റരുത്. കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാണ്. UK+1 എന്ന് പറഞ്ഞാൽ k+1th ടേം ആണ്. ഇതിനെ ഡിവൈഡഡ് ബൈ kth ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കോമൺ ആയിട്ടുള്ള ടേംസ്, ഫാക്ടോറിയലിൻ്റെ ടേം കട്ടായി പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് summation k = 1 to infinity k factorial divided by k raised to k. ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. നോക്കിക്കോളൂ, ഇവിടുത്തെ kth ടേം എന്ന് പറയുന്നത് എന്താ? kth ടേം എന്ന് പറയുന്നത് k factorial divided by k raised to k. ഓക്കെ, ഇതാണ് kth ടേം. റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് k → ∞ UK+1 ഡിവൈഡഡ് ബൈ UK. അപ്പോൾ k+1th ടേം എന്ന് പറയുമ്പോൾ ഈ UK-യിൽ kക്ക് പകരം എന്ത് ചെയ്യുന്നു? k+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് k+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ k+1 ഹോൾ റേസ് ടു k+1 എന്ന് കിട്ടും. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നോക്കൂ UK അല്ലേ. UK എന്ന് പറയുമ്പോൾ ഈ kth ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ടേം ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടേം ഇങ്ങനെയാണ്: k+1 ഫാക്ടോറിയൽ ഇൻറ്റു k റേസ് ടു kയും ഡിവൈഡഡ് ബൈ k ഫാക്ടോറിയൽ ഇൻറ്റു k+1 റേസ് ടു k+1. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. അതിന് മുൻപായിട്ട് കോമൺ ആയിട്ടുള്ള ടേംസ് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ k+1 ഫാക്ടോറിയലിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ k+1 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? k+1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് k ഫാക്ടോറിയൽ ഇൻറ്റു k+1 ആണ്. ഓക്കെ, k ഫാക്ടോറിയൽ ഇൻറ്റു k+1 ആണ്. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? കോമൺ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ. k ഫാക്ടോറിയൽ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി ചെയ്യാനുള്ളത് k റേസ് ടു k ഉണ്ട് ന്യൂമറേറ്ററിൽ. ഓക്കെ, k റേസ് ടു k ഉണ്ട് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിലുള്ളത് k+1 റേസ് ടു k+1. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? k+1 റേസ് ടു k+1നെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. k+1 റേസ് ടു k ഇൻറ്റു k+1 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, k+1 ഹോൾ റേസ് ടു k+1 എന്ന് പറഞ്ഞാൽ എന്താണ്? റേസ് ടു k എഴുതുന്നു ഇൻറ്റു ആ ഒരു ടേം ചെയ്തത് അല്ലേ. അപ്പോൾ ഇനി ഇതിനകത്ത് ഏതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും? നേരത്തെ നമ്മൾ ചെയ്തു വെച്ച k+1 ക്യാൻസൽ ചെയ്യാം. ബാലൻസ് കിട്ടുന്നത് k റേസ് ടു k ഡിവൈഡഡ് ബൈ k+1 ഹോൾ റേസ് ടു k എന്നാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിൽ ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ, ഇതുവരെ എന്താ ചെയ്തതെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അതിന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഇനി ചെയ്തിരിക്കുന്നത് എന്താണ്? ഇതിലെ k+1 ഫാക്ടോറിയലിനെ എന്തെഴുതുന്നു? k ഫാക്ടോറിയൽ ഇൻറ്റു k+1 എന്ന് എഴുതുന്നു. ഡിവൈഡഡ് ബൈ ഒരു k ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ അത് രണ്ടും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. പിന്നെ
അടുത്ത് ചെയ്തിട്ടുള്ളത് കെ റൈസ് ടു കെയും താഴെ കെ പ്ലസ് വൺ റൈസ് ടു കെ പ്ലസ് വൺ ആണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് എഴുതുന്നു? കെ പ്ലസ് വൺ റൈസ് ടു കെ ഇൻറ്റു കെ പ്ലസ് വൺ എന്നാവും. ഓക്കെ, അതിൽ കോമൺ ആയിട്ട് വരുന്ന കെ പ്ലസ് വണ്ണും കെ പ്ലസ് വണ്ണും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ടേം. ഓക്കെ, അപ്പോൾ മാത്സ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വായിച്ച് പഠിക്കാൻ പറ്റില്ല, എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ എക്സാമിന് നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലംസൊക്കെ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഓർമ്മ കിട്ടും. വായിച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഓർമ്മ കിട്ടണമെന്നില്ല, നമ്മൾ ചെയ്തത് കൂടുതലായിട്ട് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് മാത്സിലെ എല്ലാ പ്രോബ്ലംസും കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി നമുക്കിതിൽ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താലും നമുക്ക് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമാണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു കെ റൈസ് ടു കെ പുറത്തോട്ട് എടുക്കുന്നു. കെ റൈസ് ടു കെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എന്തായി? 1 + 1/k ഹോൾ റൈസ് ടു കെ എന്നാവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററിലെ കെ റൈസ് ടു കെയും ഡിനോമിനേറ്ററിലെ കെ റൈസ് ടു കെയും വെട്ടിക്കളയുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/1 + 1/k ഹോൾ റൈസ് ടു കെ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1 + 1/k ഹോൾ റൈസ് ടു കെ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റിയാണ്. ഓക്കെ, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി 1 + 1/k ഹോൾ റൈസ് ടു കെ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയാണ്. ഓക്കെ, ഡിനോമിനേറ്ററിൽ വന്നുകൊണ്ടാണ് 1/∞ എന്ന് എഴുതിയിട്ടുള്ളത്. 1/∞ എന്ന് പറഞ്ഞാൽ വാല്യൂ എന്താ? 0.36 ആണ്. ഈ 0.36 എന്ന് പറയുന്നത് <1 ആണ്. <1 ആയതുകൊണ്ട് സീരീസ് എന്തായിരിക്കും? കൺവേർജസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തതിലോട്ട് കിടക്കുകയാണ്. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് 1² + 2² × x + 3² × x² + 4² × x² + എക്സെട്ര. ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കുക. അത് ഇതിൻ്റെ ജനറൽ ടേം കണ്ടെത്തണം. ജനറൽ ടേം എങ്ങനെയാണ് നോക്കൂ. nth ടേം എന്ന് പറയുന്നത് n². nth ടേം എന്ന് പറയുന്നത് എന്ത് വരും? n² × x⁻n−1 അല്ലേ. ഓക്കെ, ഇവിടെ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. 1² + 2² × x. ഓക്കെ, ഇതിനടുത്തത് 3² × ഇവിടെ 4² × x³ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ nth ടേം എന്ന് പറയുന്നത് എന്ത് വരും? n² × x⁻n−1. ഓക്കെ, ഒരു ടേം എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? n², 3² × x⁻3−1. അടുത്തത് അതുപോലെ n4 ആകുമ്പോൾ 4² × x⁻4−1 3. ഓക്കെ, ഇതാണ് ജനറൽ ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാം? റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് n+1 എന്ന് പറഞ്ഞാൽ എന്താണ്? n+1th ടേം ആണ് അല്ലേ. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? n+1 ഹോൾ സ്ക്വയർ. n+1 ഹോൾ സ്ക്വയർ × x⁻n+1നെ +1 ചെയ്യുമ്പോൾ അത് എന്തായി മാറി? x⁻n എന്നായി മാറി. ഓക്കെ, ഡിനോമിനേറ്ററിൽ nth ടേം എന്ന് പറയുന്നത് അതുപോലെ അങ്ങോട്ട് എഴുതി വെച്ചു. ഓക്കെ, nth ടേം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിൽ നിന്നും കോമൺ ആയിട്ട് ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് ഏത് പുറത്തോട്ട് എടുക്കുക? n+1 ഫാക്ടോറിയൽ. ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? n+1 ഹോൾ സ്ക്വയറിൽ നിന്ന് ഒരു n² പുറത്തോട്ട് എടുക്കുന്നു. ഓക്കെ, n² പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ബ്രാക്കറ്റിനകത്തുള്ള ടേം എന്തായി മാറി? 1 + 1/n ആയി. ഹോൾ റൈസ് ടു n ഡിവൈഡഡ് ബൈ n⁻n ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള n² ഉണ്ട്. കോമൺ ആയിട്ടുള്ള n² ക്യാൻസൽ ചെയ്ത് പോകുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ടേം ഉണ്ടല്ലോ, x⁻n ഡിവൈഡഡ് ബൈ x⁻n−1. ഡിനോമിനേറ്ററിൽ x⁻n−1നെ നമുക്ക് എങ്ങനെ എഴുതാം? x⁻n × x⁻−1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള x⁻n എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ ന്യൂമറേറ്ററിലുള്ള ടേം എന്ന് പറയുന്നത് 1 + 1/n ഹോൾ സ്ക്വയർ. ഓക്കെ, ന്യൂമറേറ്ററിലെ ടേം എന്ന് പറയുന്നത് 1 + 1/n ഹോൾ സ്ക്വയർ ഉണ്ട്. പിന്നെ എന്താണ്? x⁻n ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു x⁻−1 വന്നു അല്ലേ. അത് മുകളിലോട്ട് എത്തുമ്പോൾ എന്തായി മാറി? x എന്നായി മാറി. x⁻−1 മുകളിലോട്ട് പോയപ്പോൾ x എന്നായി മാറി. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊരു ടേം അല്ലേ, x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ടേം അല്ലേ. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എന്താ സംഭവിക്കുക? 1/∞ എന്നുള്ളത് 0. അപ്പോൾ ഈ ടേം 1 ആകും അല്ലേ. ഈ ടേം 1 ആകും, = x എന്നാണ് കിട്ടുക. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? x എന്നാണ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടിരിക്കും സീരീസിൻ്റെ കൺവേർജസും ഡൈവേർജസും. എക്സിൻ്റെ വാല്യൂ <1 ആണെങ്കിൽ എന്തായിരിക്കും? സീരീസ് കൺവേർജസ് ആയിരിക്കും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ <1 ആണെങ്കിൽ സീരീസ് കൺവേർജസ്, > 1 ആണെങ്കിൽ ഡൈവേർജസ്,
ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി സീരീസ് 1/3 പ്ലസ് 1 × 2 ഡിവൈഡഡ് ബൈ 3 × 5 പ്ലസ് 1 × 2 × 3 ഡിവൈഡഡ് ബൈ 3 × 5 × 7 പ്ലസ് 1 × 2 × 3 × 4 ഡിവൈഡഡ് ബൈ 3 × 5 × 7 × 9. അപ്പോൾ ഇതിൻ്റെ ജനറൽ ടേം ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടേ. എന്തായിരിക്കും ജനറൽ ടേം എന്ന് പറയുന്നത്? ന്യൂമറേറ്ററിൽ ഫസ്റ്റ് ടേം ആകുമ്പോൾ 1 മാത്രം, സെക്കൻഡ് ടേമിൽ 1 × 2 വന്നു, തേർഡ് ടേമിൽ 1 × 2 × 3 വന്നു. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കൂ. ജനറൽ ടേം എന്ന് പറയുന്നത് nth ടേം എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? nth ടേം എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ ഇപ്പോൾ n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1 × 2 × 3 × എക്സെട്ര n വരെ മൾട്ടിപ്ലൈ ചെയ്തത്. ഡിനോമിനേറ്ററിൽ nth ടേം എന്താ വരിക? 3, 5 ഓഡ് നമ്പേഴ്സിൽ 3, 5, 7 എക്സെട്ര 2n+1 എന്നാണ് nth ടേം ഓഡ് നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ 2n+1. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ ടെസ്റ്റിൽ എന്താ പറയുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un+1 ഡിവൈഡഡ് ബൈ un+1 എന്ന് പറഞ്ഞാൽ n പകരം n+1 എടുത്തതല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ n പകരം n+1 എടുത്തുമ്പോൾ, അതായത് അതിൻ്റെ നെക്സ്റ്റ് ടേം n+1 ടേംസ് ഉണ്ട്. അപ്പോൾ n × n+1 കൂടി ഇൻക്ലൂഡ് ചെയ്ത്, ഇതിൽ n × n+1 കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ഇനി ഡിനോമിനേറ്ററിൽ നോക്കൂ, un+1. നെക്സ്റ്റ് അതിൻ്റെ അടുത്ത ടേം എന്തായിരിക്കും? un+2 ആണ് കേട്ടോ, 3 അല്ല, സോറി. ഓക്കെ, അത് കറക്റ്റ് തന്നെയാണ്. 2n+1 ആണെങ്കിൽ നെക്സ്റ്റ് ടേം എന്ത് പറയുന്നു? n പകരം n+1 കൊടുത്തു കഴിഞ്ഞാൽ 2n എന്ത് വരും? n പകരം n+1 കൊടുത്താൽ 2n + 2ഉം ഇതിൽ 1ഉം കൂടി ചേർന്ന് 3 കൂടി വരും. ഓക്കെ, അതായത് ഡിനോമിനേറ്ററിലെ ടേംസ് ഇതിൽ ഡിനോമിനേറ്ററിലെ ടേം എന്തായി? 2n+1 × 2n+3. ദെൻ അടുത്ത് നോക്കൂ, ഹോൾ ഡിവൈഡഡ് ബൈ un എന്ന് പറഞ്ഞാൽ nth ടേം അല്ലേ. nth ടേം എന്ന് പറഞ്ഞത് ഇത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ടേംസ് വരും അല്ലേ. ആ കോമൺ ആയിട്ടുള്ള ടേംസിന് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. എത്ര ടേംസ് ആണ് കോമൺ ആയിട്ടുള്ളത്? ഇവിടെ n വരെയുള്ള ടേംസ് കോമൺ ആണ്. ന്യൂമറേറ്ററിലും n വരെയുള്ള ടേംസ് കോമൺ ആണ്. ഡിനോമിനേറ്ററിൽ 2n+1 വരെയുള്ള ടേംസും 2n+1 വരെയുള്ള ടേംസും കോമൺ ആണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് കിട്ടുന്നത് n+1 ഡിവൈഡഡ് ബൈ 2n+3 എന്നാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1 ഡിവൈഡഡ് ബൈ 2n+3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? n കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. ഇതിൽ നിന്ന് n കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ n × 1 + 1/n എന്ന് വരും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ n പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 2 + 3/n എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ കോമൺ ആയിട്ടുള്ള n ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ന്യൂമറേറ്ററിലെ ടേം എന്തായി? 1 + 1/n ഉം ഡിനോമിനേറ്ററിലോ 2 + 3/n എന്നാവും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n പകരം ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞ അല്ലേ. 1/∞ 0 ആകും. അപ്പോൾ ന്യൂമറേറ്ററിൽ 1ഉം ഡിനോമിനേറ്ററിൽ 2ഉം കിട്ടും. ന്യൂമറേറ്ററിൽ 1ഉം ഡിനോമിനേറ്ററിൽ 2ഉം വന്നാൽ എന്താ? ഇറ്റ് ഈസ് <1. ഓക്കെ, <1 ആണ്. <1 ആയതുകൊണ്ട് സീരീസ് എന്തായിരിക്കും? കൺവേർജസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. റേഷ്യോ ടെസ്റ്റ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റേഷ്യോ ടെസ്റ്റ് എങ്ങനെ ചെയ്യാം, എവിടെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്ക് നോക്കാം. താങ്ക്